ഹായ് കൂട്ടുകാരെ, നമ്മളൊരു സംഭവം ചെയ്യാൻ പോവാണ്. സക്സസ് ആകുമോ ഇല്ലെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോ പരീക്ഷണമാണ് നടത്താൻ പോകുന്നത്. അതായത് കണ്ടോ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ചപ്പാത്തി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. സക്സസ് ആകുമ്പോൾ നമ്മൾ കാണിച്ചു തരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എന്താ 4 വെയറിങ് എടുത്തിട്ടുണ്ട്. ഉണ്ടോ, 6400 വെയറിങ് 4 അത് ഇതുപോലെ കടഞ്ഞെടുത്ത പീസിൽ അപ്പുറം ഇപ്പുറം കയറ്റിയിട്ട് ഉണ്ടോ, ഇത് 3 ഇഞ്ച് കടഞ്ഞെടുത്തിരിക്കുന്നത്, ഇത് 2 ഇഞ്ച് കടഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സക്സസ് ആകും. ഇതുകൊണ്ട് നമ്മൾ ചപ്പാത്തിക്കുള്ള ഒരു സംഭവം ചെയ്യാൻ പോവുകയാണ്. ചപ്പാത്തി എളുപ്പത്തിൽ പരത്താനുള്ള ഒരു സംഭവം. ഹായ് കൂട്ടുകാരെ, ഷൈനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിലൊക്കെ ചപ്പാത്തി പരത്തുക എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. എനിക്കിഷ്ടമല്ല കേട്ടാ. ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ ഒരു ചപ്പാത്തി മെഷീൻ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, എനിക്കിഷ്ടമല്ല. അത് റബ്ബർ പോലെ ഇരിക്കുമോ ചപ്പാത്തി. അതുകൊണ്ട് അത് അങ്ങോട്ട് കൊടുത്തു കളഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടായിരുന്നത്. പിന്നെ ചപ്പാത്തി പലക അത് വാങ്ങിച്ചു. എന്നിട്ട് ഇങ്ങനെ ഇട്ട് പരത്തി അവിടെയൊക്കെ പൊടിയായി വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ആ ഐഡിയയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ടിത് ചപ്പാത്തി സാധാരണ എല്ലാവരും റൗണ്ടായിട്ടല്ലേ ഉണ്ടാക്കുന്ന, ഇതങ്ങനെയല്ല. ചപ്പാത്തി നീളത്തിൽ വരും. എന്നിട്ട് പരത്തി നമ്മൾ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ആവും. മൈദ കൊണ്ടുണ്ടാക്കാം, ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കാം. അങ്ങനെ നമുക്ക് ചപ്പാത്തി മെഷീനൊക്കെ ഒന്ന് കാണണ്ടേ? വാ. കണ്ടോ, ഇതാണ് ചപ്പാത്തി മെഷീൻ. കണ്ടോ, ദേ ഇവിടെ കറക്കണ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, എന്ത് സുഖമാണെന്നറിയോ ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. അടിപൊളിയാ. ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മളുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഈ ഒരു പേപ്പർ അതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ചപ്പാത്തിക്ക് ഒരു പേപ്പർ ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ പൊടിയിടും, ഗോതമ്പ് പൊടിയിടും. എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് അതിനകത്ത് ഇട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഉരുളായിട്ടൊക്കെ എടുക്കാം. പൊടി ഇടും. എന്നിട്ട് നമ്മള് ചപ്പാത്തി മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് അതിനകത്ത് ഇട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഉരുളായിട്ടൊക്കെ എടുക്കാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ചപ്പാത്തി മാവ് എടുത്തിട്ട് നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നും കഴിക്കാം, നാളെ രാവിലെയൊക്കെ കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, എന്ത് സുഖമാണെന്നറിയോ, എളുപ്പം ചപ്പാത്തി. നല്ല അടിപൊളിയാണ് കേട്ടോ. ആദ്യമേ നമ്മൾ ഇതുപോലെ ഓരോരോ ഉരുള ചെറിയ പരത്തി എടുക്കുക. ഉണ്ടോ, ഇനി ഇത് നമുക്ക് ഈ പൊടിയിലോട്ട് നല്ല ഓരോന്ന് മുക്കി കൊടുക്കാം. എന്താ പിടിച്ച് അപ്പം നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടേ. നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കേണ്ട. എന്താ കറക്കാൻ കൂടിയാണ്. കണ്ടാ,
വന്ന് ആദ്യം അടിക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ വരും. ഉണ്ടോ? നമുക്ക് പൊറോട്ട പോലെ കഴിക്കുകയും ചെയ്യാം, ചപ്പാത്തിയായിട്ട് കഴിക്കുകയും ചെയ്യാം. ലെയറായിട്ട് വരും. ഇനി ഇതങ്ങോട്ട് മടക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കും. കണ്ടോ, ആ ഉരുള ഇത്രയും നീളത്തിൽ വന്ന് ഇത് നമ്മൾ ഇങ്ങനെ മടക്കണ്ട. ഇനി നമുക്ക് ഈ സംഭവം അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഈ പൊറോട്ട, ആലു പൊറോട്ടയൊക്കെ കഴിക്കും. പൊറോട്ട കഴിക്കുന്നതിൻ്റെ ഒരു ഫീൽ കിട്ടും. കണ്ടല്ലേ, 2 ലെയറായിട്ട് മടങ്ങി അടിക്കുമ്പോൾ. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു മെഷീനാണ്, പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ മെഷീന്. അപ്പോൾ അതിനകത്ത് നല്ല നേരിയതായിട്ടുള്ള ചപ്പാത്തി, ഇത് കണ്ട നേരിയതായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ചപ്പാത്തി ഇതിപ്പോൾ 2ആയിട്ട് മടക്കിയിരിക്കുകയാണ് കേട്ടോ, പൊറോട്ട പോലെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും നല്ല നേരിയതാ കണ്ട. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ലെയറായിട്ട് വരും. കണ്ട, ഇതിപ്പോൾ നീളനായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതൊന്ന് മടക്കും. മടക്കും പൊടിയിൽ മുക്കിയിട്ട് അതിനകത്ത് എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെച്ച് കറക്കി വിടുക. കണ്ടോ, നല്ല പൊറോട്ട പോലത്തെ കൈ കറക്ക്. അടിപൊളി പൊറോട്ട പോലെ ഇരിക്കും. ഇതിന് ചുട്ട് കഴിയുമ്പോഴല്ല പൊറോട്ട പോലെ ഇരിക്കും, ലെയർ ആയതുകൊണ്ട്. ഇത് ഗോതമ്പ് പൊടിയാണ്, മൈദ കൊണ്ടും നമുക്ക് പൊറോട്ട പോലെ ആക്കാം. ഇതിപ്പോൾ ലെയറായിട്ട് തന്നെ വരും ഗോതമ്പ് പൊടി. കണ്ടോ, ഇനി നമുക്ക് ചുട്ടിട്ട് കാണിക്കാം. നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടേ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ ഈ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലത്തെ ഒരു ഷേപ്പാണ് ഇത്. റൗണ്ടായിട്ട് കിട്ടത്തില്ല, ഇത് നീളം വന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ലെയറാക്കി എടുത്തിട്ട് അതിനകത്തിട്ടൊന്ന് കറക്കിയാൽ മതി. അപ്പം നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും കിട്ടും. ഇതിപ്പോൾ ആകെ 2 ലെയറേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കണ്ടോ, അങ്ങനെ ചപ്പാത്തി ഒരു വശം മുരിവായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ഇപ്പം ഈ 2 ലെയറേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയും വേണമെങ്കിൽ അതൊന്നുകൂടി മടക്കി നമുക്ക് ഇതേപോലെ തന്നെ വരും. ഇത്രയും വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അടിപൊളിയാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ചടചടയെന്നും പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ലെയറായിട്ട് വരും. നമുക്ക് ഈ ഇവിടെയൊക്കെ പൊടി വീഴുമെന്നോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല. നമുക്ക് അടിപൊളിയാണ്. പൊറോട്ട പോലെ ഇരിക്കും. നമുക്ക് പൊറോട്ടയും കഴിക്കാം, ചപ്പാത്തിയും കഴിക്കാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ പൊറോട്ട ചപ്പാത്തി അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം ചപ്പാത്തി പൊറോട്ട, എന്ത് വേണമെങ്കിലും പേര് വിളിക്കാം. നല്ല ലെയറായിട്ടുള്ള ചപ്പാത്തി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി മീൻകറിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ബീഫിൻ്റെ കൂട്ടത്തിലോ ചിക്കൻ കറിയുടെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി മെഷീൻ അങ്ങനെ സക്സസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റാവുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, കണ്ടോ, ലെയർ ചപ്പാത്തി, പൊറോട്ട ചപ്പാത്തി കണ്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.